ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, സീറോ മലബാർ ആരാധനാക്രമത്തിൽ നവംബർ 2-ാം തീയതി ആരാധനാക്രമത്തിലെ അവസാന കാലഘട്ടമായ പള്ളിക്കൂദാശ കാലഘട്ടത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ ആദ്യ ഞായറാഴ്ച നമ്മളുടെ വിചിന്തനത്തിനായി ലഭിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള തിരുവചനങ്ങളാണ്. പള്ളിക്കൂദാശ കാലഘട്ടം സൂചിപ്പിക്കുന്നത് തിരുസഭയുടെ വിശുദ്ധീകരണ കാലഘട്ടത്തെയാണ്. തിരുസഭയെ വിശുദ്ധീകരിച്ച് സ്വർഗീയ പിതാവിന് സമർപ്പിക്കുന്ന ഒരു കാലഘട്ടമാണത്. ഈ കാലഘട്ടത്തിലെ ആദ്യ ഞായറാഴ്ച നമ്മളുടെ വിചിന്തനത്തിനായി ലഭിക്കുന്ന ഈ തിരുവചന ഭാഗത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. അവിടെ ഈശോയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ശിഷ്യന്മാർ പല ഉത്തരങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്നാപക യോഹന്നാനെന്നും ഏലിയ എന്നും ജെറമിയ എന്നും പ്രവാചകന്മാരിൽ ഒരുവനെന്നും പറയുന്നു. എങ്കിൽ ഈശോ അവരോട് കുറെ കൂടി ആഴമേറിയ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? ഈ ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് പത്രോസാണ് ഉത്തരം നൽകുന്നത്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈ മറുപടി കേട്ടിട്ട് ഈശോ പത്രോസിനോട് പറയുന്നു, നീ പത്രോസാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ കേസറിയ ഫിലിപ്പിയിൽ പാൻ എന്ന് പറയുന്ന ദേവന്റെ ആരാധനാലയം നരക കവാടമായിട്ട് ഗണിക്കപ്പെട്ടിരുന്നൊരു സമയത്ത് അവിടെ നിന്നുകൊണ്ടാണ് ഈശോ പറയുന്നത്, ഈ പാറമേൽ, പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കും, അതിന് നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇവിടെ പത്രോസ് നടത്തുന്ന ഒരു വിശ്വാസ പ്രഖ്യാപനത്തെയാണ് നമ്മൾ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കേണ്ടത്. എല്ലാവർക്കും ഈശോയെക്കുറിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്, അഭിപ്രായങ്ങളുണ്ട്. അപ്പോൾ ഈശോ ശിഷ്യന്മാരോട് വളരെ വ്യക്തിപരമായൊരു ചോദ്യം ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്? നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഈശോ ആരാണ്? സ്വർഗസ്ഥനായ പിതാവായ ദൈവം ആരാണ്? അതോടൊപ്പം പരിശുദ്ധാത്മാവ് ആരാണ്? തിരുസഭ നമുക്കാരാണ്? അത് നമ്മളുടെ വ്യക്തിപരമായൊരു ഉത്തരമാകുമ്പോഴാണ് കുറെ കൂടി ആഴമേറിയ ഒരു ദൈവാനുഭവത്തിലേക്ക്, സഭാസ്നേഹത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലുവാനായിട്ട് കഴിയുക. ബഹുമാനപ്പെട്ട സേവ്യർ ഖാൻ വട്ടായിലച്ചൻ പറഞ്ഞ ഒരു സംഭവം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അച്ഛൻ ഒരിക്കൽ ഭവന സന്ദർശനം നടത്തുമ്പോൾ അച്ഛൻ ഒരു ഭവനത്തിലേക്ക് ചെന്നു. അവിടെ ഒരു കുട്ടിയിരുന്ന് കളിക്കുകയാണ്. കുട്ടിയോട് അമ്മ ഏതാണെന്ന് ചോദിക്കുമ്പോൾ അമ്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നിട്ട് പറയും, എൻ്റെ അമ്മയാണ്, ഇത് എൻ്റെ അപ്പനാണ്. കളിപ്പാട്ടങ്ങൾ കാണിക്കുമ്പോൾ ഇതെൻ്റെ കളിപ്പാട്ടമാണെന്ന് പറയും. അപ്പോൾ അച്ഛൻ ഈ കുട്ടിയോട് ഈശോയുടെ രൂപം കാണിച്ചിട്ട് പറയും, ഇതാരാണ്? കുട്ടി പറയും, ഇത് ഈശോയാണ്. അപ്പോൾ ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് വട്ടായിലച്ചൻ പറയുന്ന ഒരു കാര്യം, അവിടെ എല്ലാവരും, അപ്പൻ, അമ്മ, കളിപ്പാട്ടങ്ങൾ എല്ലാം എൻ്റെയാണ്. പക്ഷേ ഈശോ എന്ന് പറയുമ്പോൾ എൻ്റെ എന്ന് പറയുന്ന ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ച് ഈശോ നമുക്ക് ആരാണ്? സ്വർഗസ്ഥനായ പിതാവ് നമുക്കാരാണ്? വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്ന ഒരു കാര്യം, സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായ ദൈവത്തിൽ, അവിടെ സർവശക്തനായ ദൈവം എൻ്റെ പിതാവാകുന്നു. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെ ഏറെ വിസ്മയിപ്പിച്ച ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ആലപ്പുഴ കൃപാസനത്തിൽ നടന്ന മരിയൻ ജപമാലയുടെ വലിയ ഒരു പ്രദക്ഷിണമാണ്. അവിടെ ഇത്ര വലിയ പ്രദക്ഷിണം നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിലപ്പോൾ നമ്മൾ അത്ഭുതപ്പെടാം. പക്ഷേ ജോസഫ് അച്ഛൻ നൽകുന്ന അനുഗ്രഹങ്ങളിൽ അല്ലെങ്കിൽ പ്രാർത്ഥനകളിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ഛൻ എപ്പോൾ ആരെ ആശീർവദിച്ചാലും അച്ഛൻ പറയുന്നത്, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. കർത്താവാണ് ഈശോ, എൻ്റെ കർത്താവാണ്. പക്ഷേ അവിടെ എൻ്റെ കർത്താവായ ദൈവത്തിൻ്റെ ഉന്നത നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് അച്ഛൻ ഓരോ ആശീർവാദവും ആരംഭിക്കുന്നത്. അത് ഈശോയോടുള്ള അച്ഛൻ്റെ ഒരു വലിയ സ്നേഹമാണ്. സേവ്യർ ഖാൻ അച്ഛനും അവിടെ ഉപയോഗിക്കുമ്പോൾ എൻ്റെ ഈശോ എന്ന് പറയുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ഈശോ നമ്മളുടെ സ്വന്തമാവുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് അത് പറയുന്നത്. ഇവിടെ ഈ ഒരു തിരുവചന ഭാഗം ധ്യാനിക്കുമ്പോൾ, ഈ പള്ളിക്കൂദാശ കാലഘട്ടത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മൾ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനം ധ്യാനിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിലേക്കും നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ഈശോ എനിക്ക് ആരാണ്?
സ്വർഗസ്ഥനായ പിതാവ് എനിക്കാരാണ്? അതെ, ദൈവമാകാം, കർത്താവാകാം. അതോടൊപ്പം തന്നെ ഇന്ന് പലരും പല രീതിയിലുള്ള ഉത്തരങ്ങൾ നൽകുന്നു. പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ പിതാവ്, എൻ്റെ ഈശോ എന്നുള്ള ഒരു തലത്തിലേക്ക് നമ്മൾ വളരേണ്ടിയിരിക്കുന്നു. ഇവിടെ പത്രോസ് ഈശോയെക്കുറിച്ച് പറയുമ്പോൾ ഈശോ പത്രോസിന് പറഞ്ഞു കൊടുക്കുന്നത് സഭയെക്കുറിച്ചാണ്. നമ്മൾ ഈശോയെക്കുറിച്ച്, പിതാവായ ദൈവത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിനെക്കുറിച്ച് ഇങ്ങനെയുള്ളൊരു ഉത്തരം നൽകിയാൽ സഭയെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചയിലേക്ക് നമ്മളെയും ഈശോ നയിക്കും. അത് നമ്മളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം സഭ ഇന്ന് ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. സഭ പല രീതിയിൽ പരിഹസിക്കപ്പെടുന്നു, അതോടൊപ്പം പീഡിപ്പിക്കപ്പെടുന്നു. അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ സഭ എന്താണെന്നുള്ളൊരു ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. സഭയെ വേദനിപ്പിക്കുന്നില്ല, സഭ പൊതുസമൂഹങ്ങളുടെ മുൻപിൽ അവഹേളിക്കപ്പെടുന്നില്ല എന്ന് നമ്മളും തീർച്ചയായിട്ടും ഉറച്ച ഒരു തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രവൃത്തികൾ വഴിയായിട്ട് സഭ പൊതുസമൂഹത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയോ അവഹേളിക്കപ്പെടുകയോ ചെയ്യരുത്. ഈ പള്ളിക്കൂദാശ കാലഘട്ടത്തിലെ ആദ്യ ഞായറാഴ്ച നമ്മൾ ഈ പത്രോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും ധ്യാനിക്കുമ്പോൾ നമ്മളുടെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സഭയുടെ കവാടങ്ങൾ നരക കവാടങ്ങൾക്ക് മുമ്പിൽ അതിശക്തമായിട്ട് നിൽക്കുന്ന ഒരിടമാക്കി നമ്മൾ മാറ്റേണ്ടിയിരിക്കുന്നു. അത് നമ്മളുടെ ഒരു വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ സാധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനാൽ ഈ കാലഘട്ടത്തിൽ നമുക്ക് അങ്ങനെ സഭയെ വിശുദ്ധീകരിക്കുന്ന വ്യക്തികളായി തീരാം. അത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളിലൂടെ, വ്യക്തിപരമായിട്ടുള്ള ഇടപെടലുകളിലൂടെ അത് സാധ്യമാകുവാൻ ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.